സുനിൽ വത്സൻ മുതൽ സഞ്ജു സാംസൺ വരെ. ചന്ദ്രനിൽ ചെന്നാലും ഒരു ചന്ദ്രേട്ടന്റെ ചായക്കട ഉണ്ടാവുമെന്ന ചൊല്ല് അനർത്ഥമാക്കാനെങ്കിലും ചില മലയാളി തിളക്കങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ് അവരെന്ന് നോക്കിയാലോ. സുനിൽ വത്സൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മറ്റു ദേശക്കാരനായിരുന്നെങ്കിലും മലയാളി പേരും വേരും വത്സനെ ഇന്ത്യൻ ടീമിലെത്തിയ ആദ്യ മലയാളിയാക്കുന്നു. സെക്കന്ദരാബാദിൽ ജനിച്ച് തമിഴ്നാടിനും ഡൽഹിക്കും റെയിൽവേക്കും വേണ്ടി കളിച്ചു. 1983 ലോകകപ്പ് നേടിയ ടീമിൽ ഉൾപ്പെടെ സുനിൽ വത്സൻ അക്കാലത്തെ മികച്ച ഇടംകൈയ്യൻ ഫാസ്റ്റ് ബൗളർ ആയിരുന്നിട്ടും കൂടി ആ ലോകകപ്പിലെ ഒരു മത്സരം പോലും കളിക്കാതെ റിസർവ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ടീം ലോകകപ്പുമായി ഇന്ത്യയിലെത്തി. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ സ്വദേശിയായ എബി കുരുവിള ശ്രീനാഥിന് പരിക്കേറ്റ ഒഴിവിലേക്കാണ് ഇന്ത്യൻ ടീമിലെത്തിയത്. മുംബൈ ബേസ്ഡ് മലയാളി കുടുംബത്തിൽ പിറന്ന എബി ഇന്ത്യക്ക് വേണ്ടി 10 ടെസ്റ്റും 25 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. 6 അടി 6 ഇഞ്ച് പൊക്കമുണ്ടായിരുന്ന വലം കൈയ്യൻ ഫാസ്റ്റ് ബൗൾ ചെയ്തിരുന്ന ആചാരബാഹുവായ എബി കുരുവിള ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും പൊക്കം കൂടിയ കളിക്കാരൻ കൂടിയായിരുന്നു. ടിനു യോഹന്നാൻ അപ്പൻ ഒളിമ്പിയൻ യോഹന്നാനെ പോലെ ലോങ് ജംപ് താരമാകാൻ കൊതിച്ച മകൻ ടിനു എത്തപ്പെട്ടത് MRFന്റെ ഡെനീസ് ലില്ലി ഫൗണ്ടേഷനിൽ. അവിടുത്തെ പരിശീലനം അയാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിച്ച കഥ മലയാളിക്ക് ആത്മഹർഷമേകുന്ന ഒന്നായിരുന്നു. എന്നാൽ ടിനുവിന്റെ അന്താരാഷ്ട്ര കരിയറിന് 3 വീതം മത്സരങ്ങളിലെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റിലും ഏകദിനത്തിലും എറിഞ്ഞ പന്തുകളിൽ ആകെ 5 വീതം വിക്കറ്റ് നേടാൻ കഴിഞ്ഞു എന്നതാണ് ടിനു യോഹന്നാൻ എന്ന മലയാളി ക്രിക്കറ്ററുടെ ഇന്ത്യൻ ക്രിക്കറ്റിനുള്ള സംഭാവനയായി കാലം കരുതി വെച്ചത്. ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തപ്പെട്ട പൂർണ്ണ മലയാളി എന്ന ബഹുമതി കൊല്ലത്ത് ജനിച്ചു വളർന്നു പഠിച്ച ടിനു യോഹന്നാന് സ്വന്തമാണ്. ശാന്തകുമാരൻ ശ്രീശാന്ത് കേരളത്തെ കളി കൊണ്ടും കോപം കൊണ്ടും കോപ്രായങ്ങൾ കൊണ്ടും അവസാനം കൈക്കൂലി കേസ് കൊണ്ടും പറയിപ്പിച്ച ഒരു കളിക്കാരനുണ്ടെങ്കിൽ അത് ശാന്തകുമാരൻ മകൻ ശ്രീശാന്തിനാണ്. അഗ്രസീവ്നെസിന്റെ അങ്ങേയറ്റം കാട്ടി എതിർ കളിക്കാരനെ സ്ലഗ് ചെയ്തും പ്രകോപിപ്പിച്ചുമൊക്കെ വിക്കറ്റ് എടുക്കുന്ന തന്ത്രം ഒരു പരിധിവരെ ശ്രീശാന്തിന് നേട്ടവും കോട്ടവും ഉണ്ടാക്കി. 27 ടെസ്റ്റും 53 ഏകദിനവും 10 T20യും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ശ്രീശാന്ത് ഇന്ത്യ കണ്ട മികച്ച ഫാസ്റ്റ് ബോളറിൽ ഒരാളായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. വിജയം നൽകിയ ലഹരിക്കൊപ്പം വിവാദങ്ങളുടെയും തോഴനായതോടെ താരത്തിൽ നിന്നും തൊട്ടിയിലേക്കുള്ള ആ കരിയർ നിബദിക്കുകയായിരുന്നു. ഐതിഹാസികമായ പ്രഥമ T20 വേൾഡ് കപ്പിലെ അവസാന ക്യാച്ച് ശ്രീയിലേക്ക് പറന്നിറങ്ങി പിന്നീട് IPLൽ ശ്രീയുടെ വിജയക്കുതിപ്പിലേക്ക് വിവാദങ്ങളെ കൂട്ടി. ഹർഭജന്റെ തല്ലിലും പിന്നീടുണ്ടാക്കിയ കോഴ വിവാദത്തിലുമെല്ലാം ശ്രീ മലയാളിക്ക് മാനക്കേടുണ്ടാക്കുന്ന വിധം അധപതിച്ചു. IPLന്റെ 6ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോൾ ബുക്കികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണം ആ പ്രതിഭയുടെ ക്രിക്കറ്റ് കരിയറിനെ കെടുത്തിക്കളഞ്ഞു. ശാന്തത പേരിൽ മാത്രമുണ്ടായിരുന്ന പ്രതിഭയുടെ പ്രവർത്തികൾ തന്നെയാണ് അദ്ദേഹം അണിഞ്ഞ മുൾക്കിരീടം നൽകിയതെന്ന പക്ഷമാണ് ഭൂരിപക്ഷ മലയാളികൾക്കും. കരുൺ നായർ പേരുകൊണ്ടും വേരുകൊണ്ടും മലയാളിയെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ക്രിക്കറ്ററിൽ ഒരാളാണ് കരുൺ നായർ. ബാംഗ്ലൂർ സെറ്റിൽഡ് മലയാളി കുടുംബത്തിൽ പിറന്ന കരുൺ കർണാടകയ്ക്ക് വേണ്ടിയാണ് രഞ്ജി കളിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി 6 ടെസ്റ്റും 2 ഏകദിനവും കളിച്ച വലതു കൈയ്യൻ ബാറ്ററായ കരുൺ നായർ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ 300 അടിച്ച കളിക്കാരൻ കൂടിയാണ്. ശ്രേയസ് അയ്യർ മഹാരാഷ്ട്രയിലെ ചെമ്പൂരിൽ ജനിച്ച ശ്രേയസിന്റെ അപ്പൻ തമിഴനും അമ്മ തുളുവ വംശജയുമാണ്. അപ്പോൾ ശ്രേയസ് എങ്ങനെ മലയാളിയായെന്നല്ലേ ചോദ്യം. ആൾക്കു പറയാൻ ഇമ്മിണി പൂർവിക വേരുകൾ തൃശ്ശൂരിൽ ഉണ്ടെന്നല്ലാതെ മലയാളവുമായി അയ്യർക്ക് യാതൊരു ബന്ധവുമില്ല. സഞ്ജു സാംസൺ മലയാളി ഏറെ ആഘോഷിച്ച ഇന്നും ആഘോഷിക്കുന്ന ഒരു മലയാളി ക്രിക്കറ്റർ ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ എന്ന തിരുവനന്തപുരത്തെ പുല്ലുവിളക്കാരനാണ്. 16 ഏകദിനത്തിലും 42 T20യിലും ഇന്ത്യക്ക് വേണ്ടി പാടണിഞ്ഞ സഞ്ജു ലോക മലയാളിയുടെ ആരാധനാപാത്രമാണ്. സഞ്ജുവിന് ജയ് വിളിക്കാനും സഞ്ജുവിന് വേണ്ടി തെറി വിളിക്കാനും പൊങ്കാലയിടാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ വലിയ തിരക്കാണ്. എല്ലാ ടീം സെലക്ഷൻ ശേഷവും അവർ ചീഫ് സെലക്ടർമാർ മുതൽ സെലക്ഷൻ കമ്മിറ്റി ഓഫീസിലെ തൂപ്പുകാരൻ വരെ ഫേസ്ബുക്ക് പേജിൽ തെറിതമാരിത്തരങ്ങൾ സെൻസർ ചെയ്യാതെ എഴുതിവിടാറുണ്ട്. പ്രതിഭയും പ്രതിഭാസവുമായ സഞ്ജു നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. എണ്ണം പറഞ്ഞ 6 തീർക്കുന്ന മനോഹാരിത കാണാൻ സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ടാൽ മതി. ഇനിയുമേറെ മത്സരങ്ങൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കുപ്പായമണിയാൻ സഞ്ജുവിനാവട്ടെ. കേരളം പഴയ കേരളമല്ല. മലയാളി ലോകമെങ്ങും പടർന്നു കിടക്കുന്ന മഹാപ്രസ്ഥാനവും ഇനിയും കൂടുതൽ താരങ്ങൾ മലയാള മണ്ണിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കും. കാരണം ഒതുക്കലുകളുടെ ലോബിക്ക് ഒതുക്കാനാവാത്ത വിധം
പ്രതിഭകൾക്ക് അവസരമുണ്ടാകുന്ന മത്സരങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.